അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയാണ് ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത്. അല്ലാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ആയത്തുൽ കുർസിയെ അഫ്ളലു ആയത്തും ഫി കിതാബില്ലാഹി അസ്സ വജൽ. ആയത്തുൽ കുർസിയാണ് അല്ലാഹുവിൻ്റെ ഖുർആനിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം അതിൽ മുഴുവൻ പറയുന്നതും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. 10 വിശേഷണങ്ങളാണ് ആ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ് ആ 10 വിശേഷണങ്ങൾ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. എന്താണ് അതിൻ്റെ അർത്ഥം? അവനല്ലാത്ത ഒരു ഇലാഹില്ല. എല്ലാ സൃഷ്ടികളുടെയും ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. ഈ ലോകത്ത് ഏതൊക്കെ ജീവികളുണ്ടോ അവർക്കൊക്കെ അന്നം നൽകുന്ന പടച്ച റബ്ബ് മാത്രമാണ് ആരാധ്യൻ എന്ന്. രണ്ടാമത് പറയുന്നത് അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിക്കുന്നവനും ഈ ലോകം അടക്കി ഭരിക്കുന്നവനുമാണ് എന്നാൽ അവനൊരിക്കലും മരണം സംഭവിക്കുകയില്ല. ഈ ലോകത്ത് മനുഷ്യരും മറ്റ് ജീവികളും എവിടെയൊക്കെ ജീവിക്കുന്നുവോ അവർക്കൊക്കെ അന്നം നൽകി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അല്ലാഹു മാത്രമാണ്. മൂന്നാമത് അല്ലാഹു പറയാൻ, ലാ തഅഖുദുഹു സനത്തുൻ വലാ നൗം, അല്ലാഹുവിന് മയക്കമോ നിദ്രയോ സംഭവിക്കുന്നില്ല എന്നതാണ്. ഈ കാലത്തിനിടയിൽ ഇതുവരെ അവൻ ഉറങ്ങുകയോ അവൻ്റെ ജോലിക്ക് തടസ്സമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അവൻ ഏത് സമയത്തും ജോലിയിലാണ്. എന്താണ് അവൻ്റെ ജോലി? ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, ഉയർത്തുന്നു, താഴ്ത്തുന്നു, അധികാരം കൊടുക്കുന്നു, അധികാരം തിരിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാ നിമിഷവും അവൻ ജോലിയിലാണ്. നാലാമത് അല്ലാഹു പറയാൻ, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശവും ഭൂമിയും അതിലുള്ളത് മുഴുവനും അവൻ്റേത് മാത്രമാണ്. അല്ലാഹു അല്ലാതെ ഒരാൾക്കും ഏതൊരു വസ്തു ഉണ്ടാക്കിയാലും ഉടമസ്ഥാവകാശം പറയാൻ കഴിയില്ല. അഞ്ചാമത് അല്ലാഹു പറയാൻ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അഥവാ നാളെ അല്ലാഹുവിൻ്റെ പരലോകത്ത് ഹക്ക് കൊണ്ടല്ലാതെ ഒരാൾക്കും അവിടെ പിടിച്ചു നിൽക്കാനോ സംസാരിക്കാനോ കഴിയില്ല എന്നതാണ്. ആറാമത് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവരുടെ ഭാവിയും ഭൂതവുമൊക്കെ അല്ലാഹു അറിയുന്നുണ്ട് എന്നതാണ്. ഏഴാമത് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അല്ലാഹു ഉദ്ദേശിച്ച ഒന്നല്ലാതെ വ്യാപകമായി അവൻ്റെ അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. കാരണം നാം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എട്ടാമത് വസിയ കുർസിയുഹു സമാവാതി വൽ അർള്, അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. ഈ ഒരു പദപ്രയോഗത്തെ രണ്ടായി വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. ഒന്ന്, ആകാശഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ നോക്കി നടത്തുന്നു. രണ്ട്, അവൻ്റെ കുർസ് 7 ആകാശവും 7 ഭൂമിയുടെയും 10 മടങ്ങ് വലിപ്പമാണുള്ളത്. ഒമ്പതാമത് അല്ലാഹു പറയാൻ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല എന്നതാണ്. പത്താമത് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്, വഹുവൽ അലിയുൽ അലീം, അവൻ ഉന്നതനും മഹാനുമത്രേ. ഇങ്ങനെയുള്ള 10 വിശേഷണങ്ങളുള്ളത് കൊണ്ടാണ് ഈ ആയത്തിന് ഇത്രയും പ്രാധാന്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല തജ്വീദ് നിയമത്തോടുകൂടി നാം ഇത് എല്ലാ ദിവസവും ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെയും ഉടനെ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്,
മരണമല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനിക്ക് മറ്റൊന്നും തടസ്സമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഒരാൾ ഓതിയതെങ്കിലോ അന്നമൻ ഖറഅഹ ഫഇന്നഹു ലാ യുസാലു മഅഹു മിനല്ലാഹി ഹാഫിൽ, ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഒരാൾ ആയത്തുൽ കുർസി ഓതുന്നതെങ്കിൽ ഫഇന്നഹു ലാ യുസാലു മഅഹു മിനല്ലാഹി ഹാഫിൽ, അവനോടുകൂടെ എപ്പോഴും ഒരു സംരക്ഷകനുണ്ടാകുന്നതാണ്. മാത്രവുമല്ല വലാ യഖറബുഹു ശൈത്വാനുൻ തുവാലൽ ലൈലി ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ പിശാച് അവനോട് അടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അത്രയും മഹത്വമാണ് ഈ ആയത്തുൽ കുർസിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല തജ്വീദോടുകൂടെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.